ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മദ്യപിച്ച് ലക്കുകെട്ടെത്തിയ സുധീഷ് ബെഡ്റൂമിൽ കയറി നിധിയോട് അപമര്യാദയായിട്ട് പെരുമാറുകയും സുഭാഷും അനിയന്മാരും ചേർന്ന് സുധീഷിനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്യുന്നു. ഓഫീസിൽ പിറ്റേന്ന് പോയ നിധി കിളിക്കൂട്ടിൽ നിന്നും ഒരു ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. സുഭാഷ് ആണെങ്കിലും നിധിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഭാസ്കരന്റെ വാക്കുകൾ കേട്ടാണ് സുധീഷ് അങ്ങനെ പെരുമാറിയതെന്ന് നിധി പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. ഇക്കാര്യം ഭാസ്കരൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ്. തുടർന്ന് ഭാസ്കരൻ നിധിയോട് തുറന്നു പറയുകയും ക്ഷമ പറയുകയും ചെയ്യുന്നു. ശേഷം എല്ലാവരുടെയും വാക്കുകളും നിർബന്ധവും കാരണം നിധി കിളിക്കൂട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ട്. ഒരു ദിവസം നികേഷും ഹരീഷും നിധിയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ടാണ് ഏട്ടത്തി തിരിച്ചു വന്നതെന്ന് നികേഷ് പറയുമ്പോൾ ഇത് കേട്ട് അതൊന്നും അല്ല, കാരണം എനിക്കറിയാമായിരുന്നു നിധി തിരിച്ചു വരുമെന്ന് എന്ന് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന സുധീഷ് പറയുന്നുണ്ട്. എന്നോട് ദേഷ്യപ്പെട്ട് നിധി ഇവിടെ നിന്ന് പോയെങ്കിലും നിധി ഇതുവരെ താലി അഴിച്ചു വെച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. ദേഷ്യപ്പെട്ട് പോയതാണെങ്കിൽ താലി ഊരി വെച്ചല്ലേ പോകും. അപ്പോഴേ എനിക്കറിയാം നിധി തിരിച്ചു വരുമെന്ന് പുഞ്ചിരിയോടെ നിധിയോട് സുധീഷ് ചോദിക്കുമ്പോൾ എന്താ കറക്റ്റ് അല്ലേന്നും സുധീഷ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിധി സുധീഷ് കെട്ടിയ ആ താലി അഴിക്കുന്നുണ്ട്. എല്ലാവരും ഞെട്ടലോടെ നിധിയെ നോക്കുന്നു. സുധീഷ് അത് വിശ്വസിക്കാനാകാതെ അവിടെ എന്നും എഴുന്നേൽക്കാണ്. എന്നിട്ടിത് സുധീഷിന്റെ അമ്മയുടെ താലിയല്ലേ എന്നും ഇത് സൂക്ഷിച്ച് വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെന്താ നിധി താലിമാല ഊരി എൻ്റെ കയ്യിൽ തന്നെയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഈ താലിമാലയുടെ കാര്യം പറഞ്ഞല്ലേ സുധീഷ് ഇത്ര നേരം ലെക്ചർ അടിച്ചത്. എന്തായാലും സുധീഷ് പറഞ്ഞ കാര്യം കൊണ്ടൊന്നുമല്ല ഈ താലി ഞാൻ കഴുത്തിലിട്ടത്. എൻ്റെ മനസ്സിൽ ഇത് നല്ല ഡിസൈനിലുള്ള ഒരു ചെയിനായിരുന്നു. ഇനി ഇത് സുധീഷ് തന്നെ വെച്ചോ. പിന്നെ ഇത് ഗോൾഡ് ആണ്, അവിടെയും ഇവിടെയും കൊണ്ടിട്ട് കളയരുതെന്ന് പറയുകയാണ് കേട്ടോ നിധി. അങ്ങനെ നിധി അകത്തേക്ക് പോയതിന് ശേഷം അവൾ ഇത് അഴിച്ചു തരുമെന്ന് വിചാരിച്ചില്ല എന്നും നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നും നികേഷിനോട് സുധീഷ് പറയുന്നുണ്ട്. ഈ താലി അഴിച്ചു തരുമ്പോൾ അവൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇത് സൂക്ഷിച്ചു വെക്കണമെന്ന്. പിന്നെ എപ്പോഴെങ്കിലും ഇത് തെരിച്ചു ആകാനാകില്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ അങ്ങനെയല്ല, സ്വർണ്ണ ചെയിനാണ്, വിറ്റ് തുലയ്ക്കരുതെന്ന് കരുതി പറഞ്ഞതാണ്. കൂടാതെ നമ്മുടെ അമ്മയുടെ താലി ചെയിനല്ലേ, അത് സൂക്ഷിച്ചു വെക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഹരീഷ്. അതിനുശേഷം ആകെ വിഷമത്തോടെയും ദേഷ്യത്തോടെയും പുറത്തിറങ്ങിയ സുധീഷ് താലി അഴിച്ച് നിധി സുധീഷിന് കൊടുത്ത കാര്യമൊക്കെ ഓർക്കുന്നു. താലി അഴിച്ചു തന്നാൽ എല്ലാം അവസാനിച്ചു എന്നാണോ അർത്ഥം? ഒന്നും അവസാനിച്ചിട്ടില്ല. നിധി ഈ താലി അണിയുന്നത് വരെ എൻ്റെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ആ താലിമാല തൻ്റെ കഴുത്തിലിട്ട് പുറത്തേക്ക് പോകുകയാണ്. തുടർന്ന് വളരെ വിഷമത്തോടെ തോമസ് ചേട്ടൻ അരികിൽ വന്നിരിക്കുകയാണ് സുധീഷ്. തോമസ് ചേട്ടൻ കാര്യം അന്വേഷിക്കുമ്പോൾ ഈ താലിയുടെ പ്രാധാന്യം എന്താണെന്ന് സുധീഷ് ചോദിക്കുന്നു. എടാ, താലി വളരെ പ്രാധാന്യമുള്ളതാണ്. താലിയില്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഈ താലിക്ക് പെണ്ണുങ്ങൾ കൊടുക്കുന്ന മതിപ്പ് എന്താ? എടാ, എൻ്റെ അമ്മയൊക്കെ താലിക്ക് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. താലിയുടെ കൊളുത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിയപ്പോൾ തന്നെ അമ്മയ്ക്ക് വലിയ ആധിയായിരുന്നു. എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് അവരുടെ വിചാരം. ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ ആലോചിക്കാറുണ്ടല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതേന്ന് പറയാണ് തോമസ് ചേട്ടൻ. ചേട്ടനറിയോ, അങ്ങനെ മഹത്വം കൽപ്പിക്കേണ്ട ഒന്നാണ് അവൾ പുല്ലുപോലെ വലിച്ചെറിഞ്ഞത്. അതവൾ എൻ്റെ കയ്യിൽ വെച്ച് തന്നു എന്ന് പറയാണ് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ എന്നും പ്രശ്നങ്ങളാണല്ലോ എന്ന് തോമസ് ചേട്ടൻ പറയുമ്പോൾ അതേ തോമസ് ചേട്ടാ, താലി അഴിച്ചു പോയത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് തോമസ് ചേട്ടൻ ചിരിക്കുമ്പോൾ എൻ്റെ ഈ ട്രാജഡി സ്റ്റോറി കേട്ട് തോമസ് ചേട്ടൻ ചിരിക്കുകയാണോ? ചിരിക്കാതെ ഞാൻ എന്താ ചെയ്യുന്നത്? നിനക്കറിയോ, ഞാനും ഭാര്യയും വഴക്ക് കൂടിയാൽ ആദ്യം അവൾ എന്താ ചെയ്യുന്നതെന്ന്? ആ താലി ഊരി എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും. സ്വർണ്ണമായതുകൊണ്ട് സൂക്ഷിച്ചു വെക്കണമെന്നും പറയും. ഞാനതെടുത്ത് എൻ്റെ കഴുത്തിലിടും. അതിൻ്റെ ഒരു സെൽഫി എടുത്ത് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്താലേ അവൾക്ക് സമാധാനമാകൂ എന്ന് തോമസ് ചേട്ടൻ പറയുന്നത് സത്യമാണോ? ഇടയ്ക്കിടെ താലി അഴിക്കാറുണ്ടോ? നീ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? താലി തൊട്ട് തൊഴുത് ജീവിക്കുന്ന പെണ്ണുങ്ങളൊക്കെ എൻ്റെ അമ്മയുടെ കാലത്തായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളൊന്നുമില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തോമസ് ചേട്ടൻ സുധീഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്കെന്തോ അവൾ എന്നെ വലിച്ചെറിഞ്ഞ ഫീലാണ് തോന്നുന്നതെന്ന് സുധീഷ് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ പകുതി പേരും ഇപ്പോൾ താലിയും സിന്ദൂരവും ഒന്നും അണിയാറില്ല. അതിൻ്റെ അർത്ഥം അവരവരുടെ ഭർത്താവിനെ വലിച്ചെറിഞ്ഞു എന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ തോമസ് ചേട്ടൻ. പിന്നീട് ജോലി കഴിഞ്ഞു വരുന്ന നിധിയെ കാത്തു നിൽക്കുകയാണ് സുധീഷ്. സുധീഷിനെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ മുന്നോട്ട് നടന്നു പോകുകയാണ് നിധി. ഇതേ സമയം ഒരു ചിരിയോടെ നിധിയുടെ കൂടെ നടന്ന് നിധി തനിച്ചു പോകണ്ട, ഞാനും വരാം ഒരു കമ്പനിക്ക് എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട് കേട്ടോ സുധീഷ്. ഹലോ, ഒരുപാട് സീൻ ഉണ്ടാക്കണ്ട. എന്താ നിധി, ഇത് ഞാൻ നിധിയോട് സംസാരിക്കണമെന്ന് കരുതി വന്നതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ സുധീഷിനോട് സംസാരിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ചാൽ സംസാരിച്ചാൽ ശരിയാകില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിച്ചാലോ എന്ന് നിധി പറയുമ്പോൾ അതിനെന്താന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. സുധീഷിന് ജോലി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാലും മതി എന്ന് നിധി പറയുമ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ല, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് സുധീഷിനെയും കൂട്ടി നിധി ഒരു റെസ്റ്റോറൻറ്റിൽ എത്താണ്. ഞാനൊന്ന് ചോദിച്ചാൽ തരുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ താലിയല്ലേ എന്ന് ചോദിക്കുന്ന മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ സുധീഷ്. പുഞ്ചിരിയോടെ എന്തായാലും ചോദിക്കും നിധി എന്ന് പറയാണ് സുധീഷ്. പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. അപ്പോൾ ഇത് കേട്ട് ഞെട്ടി വിറച്ചു പോവാണ് സുധീഷ്. മനസ്സിലായില്ല എന്ന് ഷോക്കോടെ സുധീഷ് വീണ്ടും പറയുമ്പോൾ സുധീഷിന് ഇത് ഷോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അഡ്വക്കേറ്റിനെ പോയി കണ്ടതും ആണല്ലോ എന്ന് പറയുന്നുണ്ട് നിധി. അന്ന് നമ്മൾ അത്
അവസാനിപ്പിച്ചതല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ, ഇന്ന് എൻ്റെ കയ്യിൽ ID പ്രൂഫ് ഉണ്ട്, അതുകൊണ്ട് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ID പ്രൂഫ് ഉണ്ടെന്ന് വെച്ച് ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടോ? അതല്ല, സുധീഷ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഡിവോഴ്സ് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചിന്തിക്കാൻ മാത്രം എന്താണ് ഇവിടെ നടന്നതെന്ന് ചോദിക്കുകയാണ് സുധീഷ്. സുധീഷ് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നമ്മുടേത് ശരിക്കുള്ള കല്യാണമൊന്നും അല്ലല്ലോ. അന്ന് സൂര്യയിൽ നിന്നും രക്ഷപ്പെടാൻ തെരഞ്ഞെടുത്ത ഒരു മാർഗ്ഗയാത്രയല്ലേ ഇത്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന സുധീഷ് അതിൽ പെട്ടുപോകുകയല്ലായിരുന്നു. നിയമത്തിന്റെ മുൻപിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. ആ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് സുധീഷ് എന്ന് എന്നോട് മോശമായിട്ട് പെരുമാറിയത് എന്ന് പറയുമ്പോൾ, നിധി, അന്ന് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. അതിന് ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിധിയോട് ക്ഷമ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. എനിക്ക് അങ്ങനെ ഒരു അടുപ്പം സുധീഷിനോട് തോന്നുന്നില്ല. സുധീഷിനും അങ്ങനെയില്ല. പിന്നെ എന്തിനാ ആലോചിക്കുന്നത്? നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് നടന്നാൽ സുധീഷിൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ഫ്രീ ആകും. സുധീഷിൻ്റെ കാര്യം നോക്കാം. നമുക്ക് പോയി അഡ്വക്കേറ്റിനെ കണ്ടാലോ? ഒന്ന് ആലോചിച്ച് സുധീഷ് എന്ന് പറഞ്ഞ് പോകുകയാണ് കേട്ടോ നിധി. ഓക്കെ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത ജ്യൂസ് കുടിക്കുകയാണ് നിധി. ഇത് കേട്ട് സുധീഷ് എന്തുണ്ടായാലും അവസാനം വന്ന് നിൽക്കുന്ന ഡിവോഴ്സിൽ എനിക്ക് ഇവളെ ഇഷ്ടമാണെന്ന് ഇവൾക്ക് അറിയില്ലേ? അതോ അറിയാത്ത പോലെ നടിക്കുകയാണോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയം സുധീഷ്. വീട്ടിൽ വരുന്ന നിധിയോട് ചായ എടുക്കട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ഇപ്പോൾ വേണ്ട സുഭാഷ് ഏട്ടാ, ഫ്രഷ് ആയി വന്നതിന് ശേഷം കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് പോകുന്നു. ഈ സമയം വിഷമത്തോടെ ഇരിക്കുന്ന സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. എന്ത് പറ്റിയിടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് സുധീഷ്. പനിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് നെറ്റിയിൽ തൊട്ട് നോക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രണ്ടുപേരും വഴക്ക് വല്ലതും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുഭാഷ്. അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു തലവേദനയുണ്ട്. തലവേദനയോ? ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് പറയുന്നുണ്ട് സുഭാഷ്. അതൊന്നും വേണ്ട എന്ന് പറയുന്ന സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ സുഭാഷ്. പിന്നീട് രാത്രി ഉറങ്ങാതെ കിടക്കുന്ന സുധീഷിനോട് എന്ത് പറ്റിയെന്ന്, ഇന്ന് വന്നപ്പോൾ മുതൽ വിഷമത്തിലാണോ എന്നും പറയുന്നുണ്ട്. എന്തോ നടന്നിട്ടുണ്ട്, അതാണ് സുധീഷ് ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നത്. എന്താന്ന് പറയാതെ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് ഹരീഷ്. സുധീഷേ, എന്താടാ, എന്ത് കാര്യമായാലും പറയുന്നുണ്ട് സുഭാഷും. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾ വിഷമിച്ച് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പറയൂ സുധീഷ് ചേട്ടാ ഒന്നുകൂടെ ഹരീഷ് ചോദിക്കുമ്പോൾ, അവൾ എന്നെ പുറത്തു കൊണ്ടുപോയി എന്താ ചോദിച്ചതെന്നറിയോ? ഡിവോഴ്സ്. എന്താ പെട്ടെന്ന് അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, പെട്ടെന്നൊന്നുമല്ല മേഡത്തിന്, അതൊരു കല്യാണമല്ലല്ലോ, പെട്ടെന്നെല്ലാം അവസാനിപ്പിക്കണമെന്ന്. അയ്യോ, അപ്പോൾ ഏട്ടത്തി ഇവിടെ നിന്ന് പോകുമെന്ന് നികേഷ് ചോദിക്കുമ്പോൾ, സൂപ്പർഡാ, നിനക്ക് എൻ്റെ കാര്യത്തിൽ വിഷമില്ല, അവളെ ഇവിടെ നിന്ന് പോകുന്ന കാര്യത്തിൽ വിഷമെന്ന് പറയുകയാണ് സുധീഷ്. എടാ, അങ്ങനെയല്ല, അവളിവിടെ ഉണ്ടായാലല്ലേ ഒരു ദിവസം നിങ്ങൾ ഒന്നിക്കൂ, അതുകൊണ്ട് അവളിവിടെ ഉണ്ടായേ പറ്റൂ. നിധി ഇവിടെ നിന്ന് പോകാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് സുഭാഷ്. അവൾക്ക് ഡിവോഴ്സ് വേണം, പക്ഷേ ഞാൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ അവളെ സംരക്ഷിക്കുന്നത് പോലെ മറ്റാർക്കും അവളെ സംരക്ഷിക്കില്ല. ഞാൻ അവൾക്ക് എന്തും ചെയ്തു കൊടുക്കും. അവളത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരു ദിവസം ഞാൻ അവളോട് അത് പറയും. അവൾക്ക് അത്ര ഈസി ആയിട്ടൊന്നും എന്നെ വിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ നോക്കിക്കോ, 6 മാസത്തിനുള്ളിൽ ഫെബ്രുവരി 14 അവൾ എന്നെ പ്രപ്പോസ് ചെയ്യിപ്പിക്കും ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. നിങ്ങൾക്കാർക്കും വിശ്വാസം തോന്നുന്നില്ലായിരിക്കും, പക്ഷേ എനിക്ക് എന്നെ വിശ്വാസമാണ്, എൻ്റെ പ്രണയത്തിൽ വിശ്വാസമാണ്. അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് സുധീഷ് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ എല്ലാവരും അയാളെ പറ്റിച്ചേർന്ന് കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.